ഹലോ, ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളൊരു ഓർഗനൈസേഷൻ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ പലരും ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും. പല ഘട്ടങ്ങളും നമുക്ക് ഒരുപാട് ചാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരും. ഈ ചാർട്ട് നമുക്ക് എക്സൽ ഉണ്ടാക്കാം, വേർഡിൽ ഉണ്ടാക്കാം, അതുപോലെ പവർ പോയിൻറ്റിൽ ഉണ്ടാക്കാം. നമുക്ക് മീറ്റിങ്ങിലും മറ്റുള്ള അവസരങ്ങളിലും നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടി ഇത്തരം ചാർട്ടുകൾ ആവശ്യമായി വരും. നമുക്ക് ചാർട്ടുകൾ എങ്ങനെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യമായി നമ്മളൊരു പുതിയ പേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് വേർഡിലാണ് ചെയ്യുന്നത്. നമുക്കത് എക്സലിലും അതുപോലെ പവർ പോയിൻറ്റിലൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. ആദ്യമായി നമ്മൾ കമ്പനിയുടെ പേര്, നമ്മൾ ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ കമ്പനിയുടെ പേര്, പിന്നെ അതിൻ്റെ ഹെഡിങ് ഓർഗനൈസേഷൻ ചാർട്ട്, പിന്നെ നമ്മൾ ഏത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് ഉണ്ടാക്കുന്നത്, പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇൻസെർട്ടിൽ പോയിട്ട് സ്മാർട്ട് ആർട്ടിലെടുക്കുക. അവിടെ ഇതുപോലുള്ള ഒരുപാട് നമുക്ക് ചാർട്ടുകളുടെ ഡിസൈനുകൾ കാണാൻ പറ്റും. അത് ഓരോന്നിനും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ഹയറാർക്കിയിലുള്ള ചാർട്ടുകളാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇമേജും ടെക്സ്റ്റും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടുകൾ കിട്ടും. ഇനി ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ കള്ളികൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കള്ളികൾ നമുക്കത് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈസും ഇതെല്ലാം കൂട്ടാം. അതിന് നമ്മൾ ഷിഫ്റ്റ് കീ അമർത്തിയിട്ട് നാവിഗേഷൻ കീ അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ ഫോർവേഡ് ബാക്ക്വേഡ് കീ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സൈസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം. ഓരോ കോളത്തിൻ്റെയും സൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് ടെക്സ്റ്റ് പാന്, പിന്നെ ഇതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ മെനു ബാറിൽ റൈറ്റ് സൈഡിൽ ഡിസൈൻ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ അമർത്തി ടെക്സ്റ്റ് പാൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ടെക്സ്റ്റ് പാൻ നമ്മൾ അമർത്തി കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് സെല്ലിൽ വരുന്ന ഇതിൽ നമുക്ക് ആ കോളത്തിൽ ഉള്ള പേര്, ഡെസിഗ്നേഷൻ, അതുപോലെ വ്യക്തിയുടെ പേര്, അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, അതുപോലെ മൊബൈൽ നമ്പർ, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആ ഇമേജിൻ്റെ കോളത്തിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അത് നമ്മൾ പറയാം. നമുക്ക് ആവശ്യമുള്ള കോളത്തിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം പറ്റും. അതിന് ടെക്സ്റ്റ് പാൻ വിൻഡോയിൽ പോയി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. നമ്മളതുപോലെ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ലഭിക്കും. അതിൽ നമുക്ക് കമ്പ്യൂട്ടറിലെ ഇമേജ് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഫോട്ടോസ് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എഡിറ്റ് ചെയ്യാനെല്ലാം പറ്റും. പിന്നെ നമുക്ക് താഴെ ആ വിൻഡോയിൽ നമ്മൾ താഴെ ഐക്കണുകൾ വരുന്നുണ്ട്. നമുക്കിതിൽ ഏത് ഐക്കണാണ് ഇമേജിന് പകരമായിട്ട് ഉപയോഗിക്കാം. ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഉണ്ടാകുമ്പോൾ, അതുപോലെ മറ്റുള്ള നമുക്ക് ഇതിൽ സിമ്പിൾ ഉണ്ടാവും, സൈൻ സിമ്പിൾ ഉണ്ടാവും. ഇതിൽ ഏത് ആവശ്യത്തിനാണോ നമുക്കത് ആവശ്യം വെച്ചെങ്കിൽ ആ ഐക്കണ് നമുക്ക് ഇമേജിന് പകരം ഉപയോഗിക്കാം. അത് കിട്ടുന്ന ആ വിൻഡോ കിട്ടുന്ന നമ്മൾ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ വരുന്നതാണ് ഈ ഓപ്ഷൻ.
നമ്മൾ കൺസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്ന ഒരു ലേബറിൻ്റെ ഇമേജാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഐക്കോണാണ്. ഈ ഐക്കോണ് നമുക്ക് ഒന്നിൽ പേസ്റ്റ് ചെയ്ത് ശേഷം അതിൽ തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ടാബുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോളം നമുക്ക് താഴേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളതാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിൽ താഴെ വേണോ മുകളിൽ വേണോ അസിസ്റ്റൻ്റായിട്ട് വേണോ ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ എല്ലാം നമുക്ക് ഓപ്ഷൻ അതിൽ വരുന്നതാണ്. ഡിസൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ വിൻഡോകൾ ലഭിക്കും. അതായത് ടെക്സ്റ്റ് പാന്, ആഡ് ഷേപ്പ്, അതുപോലെ നമുക്ക് ലേഔട്ട് സെറ്റ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ കോളം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യിക്കാൻ, പ്രൊമോട്ട് ഉണ്ട്, ഡിമോട്ട് ഉണ്ട്, മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതിലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ ഈ ചാർട്ടിൻ്റെ കോളം ഓരോന്നും വ്യത്യസ്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് ഏതാവശ്യമാണ് നമുക്ക് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് മൂവ് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഹാങ് ആയിട്ട് വരും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഹാങ് ആയിട്ട് വരും. പിന്നെ നമുക്കത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നിൽക്കും, ഡിമോട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നിൽക്കും. അതിനുള്ള ഓപ്ഷനെല്ലാം അതിലുണ്ട്. അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അത് ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റി മറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. മെനു ബാറിൽ നമുക്ക് ലേഔട്ട്, കളർ, ചേഞ്ച് കളർ, സ്മാർട്ട് സ്റ്റൈൽസ് എന്നീ 3 ഓപ്ഷനുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടിൻ്റെ ഡിസൈനും കളറും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ഏതാണ് നമുക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഡിസൈനും ഷേപ്പും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെയും ആവശ്യത്തിന് മാക്സിമം നമ്മളൊരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു റഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയൊരു സാമ്പിൾ എന്ന രീതിയിൽ. നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം പെർഫെക്റ്റായിട്ട് ചെയ്യുക. ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്കത് മാക്സിമം പെർഫെക്റ്റ് ആക്കി എടുക്കാൻ. അതിൽ നമ്മൾ മാക്സിമം അതിരുന്ന് യൂസ് ചെയ്യുക. ഇമേജിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാനും ഇമേജിൻ്റെ സൈസും ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പറ്റും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയത്. സാമ്പിളാണിപ്പോൾ ഒരു ABC കമ്പനി എന്നുള്ള പേരിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മളൊരു പ്രൊജക്റ്റ് വർക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ കളറൊക്കെ ചേഞ്ച് കൊടുത്ത് ലേബേഴ്സിനെല്ലാം ഒരു കളറ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആളുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു കളറ്, അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആൾക്ക് വേറൊരു കളറ്, അങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്ക് മറ്റൊരു കളറ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് ചേർക്കണം. ഇതാണ് നമ്മുടെ ചാർട്ട്. ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.